ശ്രീ വിൻസെന്റ് തോമസ്, ഇത് ഈ ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവുണ്ട്, 3-4 ഇരട്ടിയൊക്കെ വർധനവുണ്ട്. ഇനിയിപ്പോൾ അത് എടുത്തുകൊണ്ടും നാട്ടിലേക്ക് പോകാൻ തയ്യാറാകൽ അനിവാര്യമായ കുടുംബങ്ങൾ ആ ടിക്കറ്റ് വലിയ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിമാനം വരുമോ, ഇനി വിമാനം വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് പുറപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല. അപ്പോൾ ഈ വിമാനം സർവീസിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ലായ്മ, അത് വൈകുന്ന നടപടി, തുടർച്ചയായി റദ്ദാക്കപ്പെടുന്ന ഇത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഇത് കൂടി വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ വിൻസെന്റ് തോമസ്? എനിക്ക് പറയാനുള്ളത്, എയർ ഇന്ത്യക്ക് ഇത്തരം ബിസിനസ് തുടരാൻ താല്പര്യമില്ലെങ്കിൽ അവരിത് പൂട്ടിക്കിടണം. കാരണം ബഹുജനങ്ങളെ ഇതുപോലെ കഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. കാരണം ഇത് പൂട്ടിക്കെട്ടിയാൽ പിന്നെ അതിനുള്ള പരിഹാരം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. ഇപ്പൊ സാധാരണഗതി നമ്മളെല്ലാം വിചാരിച്ചത് ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഇത് പ്രൈവറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെച്ചപ്പെടും, അതിന്റെ സംവിധാനം മെച്ചപ്പെടും, സൗകര്യങ്ങൾ മെച്ചപ്പെടും എന്നാണ്. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അങ്ങേയറ്റം വഷളാകുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ അഭികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ ഞാൻ മീഡിയ വണ്ണിനെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ടാം റേറ്റ് കൂടുതലുള്ള വലിയ ചാനലുകളുണ്ട്. ആ 8 മണി സൂര്യന്മാരൊക്കെ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ കൂടി മെനക്കെടുന്നില്ല. അതേസമയം മീഡിയ വൺ ഈ പ്രശ്നം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഞാൻ നിങ്ങളോട് പ്രവാസികളുടെ പേരിൽ നന്ദി പറയുകയാണ്. ഇനി എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യാഴാഴ്ച 4-ാം തീയതി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ടിക്കറ്റ് തലേ ദിവസം തൊട്ട് അങ്ങേയറ്റം വൈകി ഇത് ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞ വിവരം കിട്ടി. വീണ്ടും 5-ാം തീയതി ഇന്നത്തേക്ക് വെച്ചു, അത് വീണ്ടും ക്യാൻസലായി. 6-ാം തീയതിയിലേക്ക് അത് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അവർ പറയാണ് നിങ്ങളുടെ ടോൾ ഫ്രീയിൽ ബന്ധപ്പെടണം. കാരണം എന്താ? അപ്പം നമ്മുടെ എന്തോ മിസ്റ്റേക്ക് പോലെയാണ് ഇത് വരുന്നത്. ഒരു സാധാരണ ഉപഭോക്താവായിട്ടുള്ള നമ്മൾ, അവരുടെ യാത്രക്കാരനായിട്ടുള്ള നമ്മളോട് പെരുമാറുന്ന രീതിയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ഈ വേറെ ഒരു രാജ്യത്തും ഇന്ത്യക്കാൾ പിന്നോക്കമുള്ള ശ്രീലങ്കയിലോ ബംഗ്ലാദേശിലോ പോലും ഇത്ര നിരുത്തരപരമായിട്ട് ഒരു സംവിധാനം പെരുമാറുകയില്ല. അത്ര വഷളായിട്ടുള്ള രീതിയിലാണ് ഇവർ പ്രവാസികളെ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പറയുമ്പോൾ നമ്മളെ പാർലമെന്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ സജീവമായിട്ട് ഇടപെടാൻ വേണ്ടി തയ്യാറാണ്. നമ്മൾ ഇന്നിപ്പോൾ കൂടോത്രം പോലെയുള്ള വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മളെ നേരിട്ട് ബാധിക്കുന്ന, പ്രവാസികളെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകണം. ഇനി നമുക്ക് ഇനിയുള്ള കാലത്തെങ്കിലും പ്രവാസികളെ